നമുക്ക് ആദ്യം കാണുമ്പോൾ മിറർ അഡ്ജസ്റ്റിംഗ് ആണെന്ന് തോന്നും, പക്ഷേ ഇത് ക്യാമറ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്കിവിടെ ഒന്നിലും പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് ജി. ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സിട്രോണിൻ്റെ എയർ ക്രോസ് എക്സ് ആണ്. എന്താണ് എക്സ് സൂചിപ്പിക്കുന്നത്? കാരണം നേരത്തെ നമ്മൾ എയർ ക്രോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ എയർ ക്രോസ് എക്സ്, ഇപ്പോൾ എല്ലാത്തിനും ഒരു എക്സ് കൂടുതൽ വരുന്നുണ്ട്. അതായത് C3X, ബസാൾട്ട് എക്സ് കേട്ടിട്ടുണ്ട്. എന്താണ് എക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്? ഈ ഒരു എയർ ക്രോസിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്, എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അതായത് ഈ ഒരു വാഹനം, സിട്രോണിൻ്റെ ഈ ഒരു വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ദോഷങ്ങൾ, എല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇതിന് 3 വേരിയൻസ് വരുന്നുണ്ട്. യു വരുന്നുണ്ട്, പ്ലസ് വരുന്നുണ്ട്, മാക്സ് എന്ന് പറയുന്ന വേരിയൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പ് ഓഫ് ദ വേരിയൻറ്റ് മാക്സ് ആണ് ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള. മാക്സിൽ തന്നെ നമുക്ക് 5 സീറ്ററും 7 സീറ്ററും അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു 5 സീറ്ററാണ്. കാരണം പൊതുവേ നമ്മളൊരു 7 സീറ്റേഴ്സ് ആണ് കണ്ടിട്ടുള്ളത്, 5 സീറ്റേഴ്സ് കണ്ടിട്ടില്ല. അപ്പോൾ 5 സീറ്റർ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ 7 സീറ്റർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, 7 സീറ്ററിന് കുറച്ചുകൂടെ ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. പ്രൈസും കാര്യങ്ങളൊക്കെ ഓൺ റോഡ് കൃത്യം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഫ്രണ്ട് കൊണ്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സിട്രോണിൻ്റെ കൃത്യമായിട്ടുള്ള, അതായത് എല്ലാ വാഹനത്തിനും അതിൻ്റെ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു യുണീക്ക് ഡിസൈൻ തന്നെയാണ് വരുന്നത്. അതായത് സെയിം ആയിട്ടുള്ള ഡിസൈൻ അങ്ങ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് പോലെ തന്നെ. അല്ലെങ്കിൽ ഈ ഒരു വാഹനം എവിടെ നിന്ന് കണ്ടാലും, ഇപ്പോൾ C3 നോക്കിയാലും എയർ ക്രോസ് നോക്കിയാലും ബസാൾട്ടൊക്കെ നോക്കിയാലും ചെറിയ രീതിക്കുള്ള വ്യത്യാസങ്ങളല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് സിട്രോണിൻ്റെ ഒരു വാഹനമാണെന്ന് പറയാൻ സാധിക്കും. അത് ഈ ഗ്രില്ലിൻ്റെ പ്രത്യേകതയാണ്, ഈ ഒരു ഡിസൈനിൻ്റെ പ്രത്യേകതയാണ്. താഴോട്ട് വരുമ്പോൾ ഈ ഒരു എയർ ഡാമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു 360 ഡിഗ്രി ക്യാമറ, അതിൻ്റെ കുറച്ച് നെഗറ്റീവ് സൈഡും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞു തരാം. എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഒരു ടോ ഹുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു DR വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഇതിനകത്ത് ഹാലജനാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു LED ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം, ഹൈ ആൻഡ് ലോ അതിൽ തന്നെയാണ് വരുന്നത്. ഷട്ടർ ഫംഗ്ഷനാണ് വരുന്നത്. തൊട്ട് താഴെ വരുമ്പോൾ ഒരു LED ഫോഗ് ലാമ്പ് കാണാൻ സാധിക്കും. ടോ ഹുക്കിൻ്റെ പോർഷൻ കാണാം. ഇവിടെ ഇത്രയും വലിയൊരു എയർ ഡാം നമുക്ക് കാണാൻ സാധിക്കും. താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു സിൽവർ എലമെൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. സൈഡിലെ കാഴ്ചകൾ കാണാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കണ്ണി പിടിക്കുന്ന ഈ ഒരു ഡയമണ്ട് കട്ട് അലോയ് ആണ്. 4 സ്പോക്ക് പോലെ വരുന്നുണ്ട്. കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടയർ സൈസ് വരുന്ന 215 60 R17 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് ടോപ്പ് ഓഫ് ദ ലൈനിലാണ് നമുക്ക് 17 ഇഞ്ച് ടയേഴ്സ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു SUVയുടെ ഒരു സ്റ്റാൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു വീൽ ആർച്ച്, അതിൻ്റെ സൈഡിലോട്ട് പോകുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡോറിൻ്റെ ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റീൽ എലമെൻറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4.3 ആണ് വരുന്നത്. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്ന 200 mm ആണ്. അതായത് 200 mm എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല. നമുക്ക് അത്യാവശ്യം നല്ലൊരു മോശപ്പെട്ട വഴിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അണ്ടർ ബോഡി ഹിറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഒരു രീതിക്കുള്ള സംശയം ഇല്ല. നമുക്കിവിടെ ഒരു മിറർ യൂണിറ്റ് ഉണ്ട്, ഓട്ടോ ഫോൾഡിങ് വരുന്നതാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിററാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 360 ഡിഗ്രിയുടെ ക്യാമറ ഇവിടെ കാണാം. ചെറിയൊരു ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ നമുക്കിവിടെ കാണുമ്പോൾ തന്നെ ചെറിയ ഫീലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് അല്ല വരുന്നത്, നോർമൽ ഹാലജൻ ബൾബാണ് ഇവിടെ വരുന്നത്. അതായത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ സാധിക്കുന്നത്. A പില്ലർ കാണാം, B പില്ലർ കാണാം. ഇതെല്ലാം സ്റ്റിക്കേർഡ് ആണ്, മാറ്റ് സ്റ്റിക്കറാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ബ്ലാക്ക് മാറ്റ് സ്റ്റിക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. ഇതൊക്കെ ഒന്ന് മാറ്റാമായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് ഇട്ടേക്കുക. അതുപോലെ തന്നെ റൂഫ് റെയിൽസ് പ്രാക്ടിക്കൽ അല്ല, ജസ്റ്റ് ഒരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് മാത്രമാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ ഡോർ ഹാൻഡിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഫ്യൂവൽ ലിഡിൻ്റെ ക്യാപ്പ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്ര ഒരു പോർഷൻ ക്ലോസ്ഡ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനും കൂടി ഇച്ചിരി ഓപ്പൺ ആയിരുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. കാരണം 7 സീറ്ററിൽ നമുക്ക് ബാക്ക് സൈഡിലോട്ട് ഇരിക്കുമ്പോൾ ആകെപ്പാട് ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഇവിടെ ഓപ്പണിംഗ് ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉറപ്പായിട്ടും ഫീൽ ചെയ്യും 7 സീറ്ററിൽ ഇരിക്കുമ്പോൾ. എന്നാൽ ഈ 5 സീറ്ററിൽ അത്ര ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം അതൊരു ലഗേജ് റൂമായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി ബാക്കിലത്തെ പോർഷനിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പ് അല്ല, എന്നാൽ കൂടെ ഒരു ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിട്രോണിൻ്റെ ലോഗോയും സിട്രോൺ എന്നുള്ളൊരു ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഈ വാഹനത്തിൻ്റെ ബാഡ്ജിങ്ങായ എയർ ക്രോസ് എക്സ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. സൈഡിലത്തെ പോർഷനിൽ നമുക്ക് ടെയിൽ ലാമ്പ് കാണാൻ സാധിക്കും. പക്ഷേ ടെയിൽ ലാമ്പിലുള്ളതെല്ലാം ഹാലജൻ ബൾബ്സ് ആണ്, LED അല്ല ഇവിടെ കിട്ടുന്നത്. ബ്രേക്ക് ആണെങ്കിലും പാർക്ക് ആണെങ്കിലും റിവേഴ്സ് ലൈറ്റ് ആണെങ്കിലും ബ്രേക്ക് ലൈറ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് വരുന്നത് ഹാലജൻ തന്നെയാണ്. റിവേഴ്സ് ബൾബൊക്കെ നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ LED ആക്കാൻ സാധിക്കും. നല്ല വെട്ടം കൂടി LED ആക്കാൻ സാധിക്കും. നിങ്ങളുടെ ഇരിക്കുന്ന ഏത് വാഹനമാണെങ്കിലും അതിൽ LED ആക്കാൻ സാധിക്കും. LED ആക്കണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ വാഹനം ഏതാണെന്നും കൂടി ജസ്റ്റ് ഒന്ന്
മെൻഷൻ ചെയ്യുക മെസ്സേജ് ഇടുന്ന സമയത്ത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വൈപ്പർ കാണാൻ സാധിക്കും, റിയർ ഡീഫോഗേഴ്സ് കാണാം, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ സാധിക്കുന്നുണ്ട്, വാഷർ ഫ്ലൂവിൻ്റെ ഇതിനകത്ത് താഴെ കൊടുത്തിട്ടുണ്ട്, ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനെയും കാണാൻ സാധിക്കും. മേളത്തെ ഡിസൈൻ കാണാൻ നല്ല രസമുണ്ട്. ചെറിയൊരു സ്പോയിലർ യൂണിറ്റ് പോലെ തന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നുള്ളത് തന്നെ കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യും. സൺറൂഫോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല, സൺറൂഫ് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈസ് റേഞ്ചിങ് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നമുക്കൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. 360 ഡിഗ്രി റിയർ ക്യാമറ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ബൂട്ട് ഏരിയ കിട്ടുന്ന 515 ലിറ്ററാണ് കിട്ടുന്നത്. ഈ ഒരു വാഹനമായതുകൊണ്ടാണ്. ഇനി 7 സീറ്ററാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 33 ലിറ്റർ മാത്രമാണ് ബൂട്ട് സ്പേസ് കിട്ടുന്നത്. അന്നേരം ആ സീറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇളക്കി മാറ്റി വെക്കാൻ പറ്റുന്ന രീതിക്കാണ് കിട്ടുന്നത്. അതായത് റെനോയുടെ ട്രൈബറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന പോലെ തന്നെ സീറ്റ്സ് നമുക്ക് ഊരിയെടുത്ത് മാറ്റി വെക്കാൻ പറ്റുന്നൊരു പ്രൊവിഷനാണ് എയർ ക്രോസ് എക്സിലും കിട്ടുന്നത്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ 511 ലിറ്ററാണ് കിട്ടുന്നത്. ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഒന്നുമില്ല, കാരണം വേറൊന്നും കൊണ്ടല്ല, 7 സീറ്ററിലും ഈ ഒരു സെയിം പ്രൊവിഷനാണ് വരുന്നത്. അപ്പം നമുക്കിതിൻ്റെ താഴോട്ടൊന്ന് നോക്കാം. സ്പെയർ വീൽ ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. അതായത് സ്പെയർ വീൽ നോക്കി ഇവിടെ കഷ്ടപ്പെടേണ്ട, താഴെയാണ് വരുന്നത്. സ്റ്റീൽ വീലാണ് വരുന്നത്, 16 ഇഞ്ചാണ് അതിൻ്റെ സൈസ് വരുന്നത്. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറിയിട്ട് അകത്തെ വിശേഷങ്ങളൊന്ന് നോക്കാം. ഏതായാലും ഈ ഒരു ഭാഗമെല്ലാം നോർമൽ ആസിറ്റീസ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്ക് പാർസൽ ട്രേ വേണമെങ്കിൽ ഫോൾഡ് ചെയ്തിടാൻ വേണ്ടിയുള്ള ഓപ്ഷൻ, അതായത് ഫുൾ ഫ്ലാറ്റ് ആയിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഏതായാലും കയറുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഓൾഡ് സ്കൂൾ കീ സിലിണ്ടർ കാണാൻ സാധിക്കും. ഇതൊക്കെ ഒന്ന് മാറ്റായിരുന്നു. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡോർ ഹാൻഡിൽ പിന്നെയും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. വാഹനത്തിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ ഡോർ പാഡ് കാണാൻ സാധിക്കും. ഇതൊക്കെ കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു കളർ തീം കൊള്ളാം. അതുപോലെ തന്നെ ഇവിടെ ഇടയ്ക്കൂടെ ഒരു ഗ്യാപ്പ് പോകുന്ന നമ്മുടെ ലൈറ്റാണ്, ആംബിയൻ ലൈറ്റാണ് ഇതിനകത്തൂടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ബ്ലാക്ക് ഗ്ലോസി ഫിനിഷാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പവർ വിൻഡോയുടെ സ്വിച്ചസ് ഒക്കെ കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം 1 ടച്ച് ഡൗൺ ആണ് വരുന്നത്, 1 ടച്ച് അപ്പ് കിട്ടുന്നില്ല. മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മിറേഴ്സ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചും ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഒരു ചെറിയൊരു ലെതർ മെറ്റീരിയലും കൂടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ് ടച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഹാർഡാണ് വരുന്നത്, പക്ഷേ ഇവിടെ എല്ലാം സോഫ്റ്റ് ആണ്. കൈ വെക്കാൻ നേരത്തെ അത്യാവശ്യം നല്ല ഫീൽ കിട്ടും. ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്കിൻ്റെ എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. 1 ലിറ്ററിൻ്റെ ബോട്ടിൽ മാക്സിമം നമുക്ക് വെക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പേസ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് ഡോർ പാഡ്സിൽ. ഇനി വാഹനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനു മുമ്പ് ഇതെല്ലാം നമുക്ക് മാനുവലാണ് വരുന്നതെന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മാനുവലാണ്, സീറ്റ് റിക്ലൈൻ ചെയ്യാനുള്ള മാനുവലാണ്, റീച്ചും നമുക്ക് മാനുവലാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സീറ്റ് വെന്റിലേഷൻ്റെ സ്വിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സൈഡിലും സീറ്റ് വെന്റിലേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു AC വെൻ്റാണ്. കാണാൻ നല്ല ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഗോൾഡ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡാഷ്ബോർഡിൻ്റെ ഏരിയ ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ലെതർ മെറ്റീരിയൽ തന്നെയാണ്. ഇവിടെ ചെറിയൊരു കുഴിവ് കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇവിടെ തൽക്കാലം വെക്കാനുള്ളൊരു ഓപ്ഷനും കിട്ടുന്നുണ്ട്. എനിക്ക് ഈ ലൈൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ഈ ഒരു കളർ തീം പക്കയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ കളേഴ്സ് അവിടെ ഇവിടെ എല്ലാം നമുക്ക് ആ ഗോൾഡൻ ഫീൽ വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഒരു 7 ഇഞ്ചിൻ്റെ ക്ലസ്റ്റർ മീറ്ററാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു 10.23 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വാഹനം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഏകദേശം 3817 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണിത്. ഇപ്പം നമുക്ക് വാഹനത്തിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ 30 ആണ് കാണിക്കുന്നത്, പാർക്ക് മോഡിലാണ്. നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. 111 കിലോമീറ്റർ ഓടാൻ സാധിക്കുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലസ്റ്റർ മീറ്ററിൽ ഓരോ കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. താഴോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. വെഹിക്കിൾ സെറ്റിങ്സ്, മെയിൻ്റെനൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് ഓക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് വേണ്ട ഇതാണ്. എക്സിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, എത്ര ലിറ്റർ കൺസ്യൂം ചെയ്തിട്ടുണ്ടെന്നുള്ളതും, ട്രിപ്പ് പിന്നെ ടയർ പ്രഷറിൻ്റെ ഇൻഡിക്കേഷൻസ് കാണിക്കുന്നുണ്ട്. ടയർ പ്രഷർ അറിയാൻ സാധിക്കും. അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ, അതായത് TPMS കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്.
കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും. അതായത് അത്യാവശ്യം വേണ്ട മിനിമം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു 10.23 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കിട്ടുന്നുണ്ട്. പക്ഷേ ഭയങ്കര ഒരു ഗുമ്മൻ എന്ന് ഞാൻ പറയത്തില്ല, ഒരു ആവറേജ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാം വയർലെസ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. വേറെ വലിയ കാര്യമായിട്ടുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ തൊട്ട് തന്നെ ഒന്ന് തുടങ്ങാം. ആദ്യത്തെ കാര്യം നമുക്ക് കിട്ടുന്ന നമ്മുടെ ആംബിയന്റ് ലൈറ്റിൻ്റെ സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം കാണുമ്പോൾ മിറർ അഡ്ജസ്റ്റിംഗ് ആണെന്ന് തോന്നും, പക്ഷേ ഇത് ആംബിയന്റ് ലൈറ്റിൻ്റെ സ്വിച്ചിങ് ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 360 ഡിഗ്രിയുടെ ക്യാമറ കാണാൻ സാധിക്കും. ഇത് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ക്യാമറയുടെ സെറ്റിങ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഒരു ആവറേജ് ക്യാമറ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്കിവിടെ ഒന്നിലും പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, കാരണം ഇൻബിൽറ്റ് വരുന്നതല്ല. അതേ സ്ഥാനത്ത് ഈ സ്വിച്ച് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വ്യൂസും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് മാത്രം ഒരു നെഗറ്റീവ് സൈഡായിട്ട് തന്നെ ഞാൻ എടുത്തു പറയും. കാരണം നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ കിട്ടും, പക്ഷേ ഇതും കിട്ടും 360. എന്നാൽ നമുക്കിവിടെ കിട്ടുന്ന ഒരു കുഴപ്പം കൂടെ പറഞ്ഞു തരാം. നമുക്കിതെല്ലാം കിട്ടുമെങ്കിൽ നമുക്കിവിടെ ടച്ച് റെസ്പോൺസ് ഇല്ല. അതുപോലെ തന്നെ ക്യാമറ ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 360 ഡിഗ്രിയുടെ സ്വിച്ച് പ്രസ് ചെയ്താലും ഒരു രീതിക്കുള്ള മാറ്റവും വരുന്നില്ല. അതൊരു നെഗറ്റീവ് സൈഡായിട്ട് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത സ്വിച്ച് വരുന്നത് നമ്മുടെ റൈഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. അത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. മിറേഴ്സ് ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യാനുള്ള സ്വിച്ച് വരുന്നുണ്ട്. ഒരു ഡെമ്മി സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കട്ടിങ് തന്നെയാണ്. കാരണം ഹെഡ്ലൈറ്റൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ വലിയ പ്രൈസ് ഹെഡ്ലൈറ്റിന് വരുന്നതല്ല. ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 പെഡൽസും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് കിട്ടുന്നത്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ലെതർ സ്റ്റിച്ചിങ്ങിൽ കൊടുത്തിരിക്കുന്ന കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലെ കൺട്രോൾസ് എല്ലാം നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ, ലെഫ്റ്റ് സൈഡിലെ കൺട്രോൾസ് എല്ലാം നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൻ്റെയാണ് വരുന്നത്. അതിൻ്റെ ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സിട്രൻ്റെ ലോഗോയും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഗും ഫീലുണ്ട്. ഇനി സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. താഴെ 2 AC വെൻ്റ് വരുന്നുണ്ട്. ഹസാർഡ് സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. ഇനി AC നമുക്ക് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് AC-യുടെ ടെമ്പറേച്ചറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. കാരണം 14 ഡിഗ്രി കണ്ടോ, 14 കഴിഞ്ഞ് പിന്നെയും താഴെ എന്ന് പറയുമ്പോഴത്തേക്ക് 13 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും കിട്ടും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ ഭയങ്കര ഒരു ഗുമ്മനാണ്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ച് കാണാൻ സാധിക്കും. ഡീഫോക്കസിൻ്റെ സ്വിച്ച് കാണാൻ സാധിക്കും. മാക്സ് കൂൾ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സഡൻ ആയിട്ട് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. AC-യുടെ ഓൺ ഓഫ് സ്വിച്ച് കാണാൻ സാധിക്കും. AC ഓഫ് ചെയ്യാൻ വേണ്ടി AC-യുടെ സ്വിച്ച് മാത്രമാണ് ഇത് കാണുന്നത്. AC ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫുള്ള് താഴോട്ട് പ്രസ് ചെയ്ത് ഓഫ് ആക്കേണ്ടി വരും. തൊട്ട് താഴെ വരുമ്പോൾ ഒരു വയർലെസ് ചാർജർ കാണാൻ സാധിക്കും. അതിൻ്റെ കൂളിംഗ് പാഡ് പോലെ എന്തൊക്കെയോ ഒരു ഹോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഊരിയെടുക്കാൻ സാധിക്കില്ല. ചെറുതായിട്ട് കനങ്ങുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഓണാണ്, ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ലൈറ്റ് ഓഫാണ്. അപ്പോൾ ഫോൺ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിട്രൻ്റെ ലോഗോയും നമുക്കിവിടെ കാണാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കിട്ടുന്നൊരു ടോർക്ക് കൺവേർട്ടറാണ്. P മോഡ്, റിവേഴ്സ് മോഡ്, ന്യൂട്രൽ മോഡ്, ഡ്രൈവ് മോഡ്, അതിൽ മാനുവൽ പ്ലസ് ആൻഡ് മൈനസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു പാഡൽ ഷിഫ്റ്റേഴ്സ് മിസ്സിംഗ് ആണ്. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇവിടെ താഴെ ഒരു ചെറിയൊരു പോക്കറ്റ് ഏരിയ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗിയർ ലിവർ നോബ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റ് കാണാൻ സാധിക്കും. സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംറസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഒരു ചെറിയ സ്റ്റോറേജ് യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. സിട്രൻ്റെ കീ ഫോബാണ് നമ്മൾ ഈ കാണുന്നത്. ഏതായാലും വലിയ കാര്യമായിട്ടൊന്നും പറയില്ല, എന്നൊരു പുതിയ കീ ഫോബ് തന്നെയാണ് കിട്ടുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിമോട്ട് കീ നമുക്ക് ഇവിടുന്ന് ഊരിയെടുക്കാൻ സാധിക്കും. നേരത്തെ കണ്ട കീ സിലിണ്ടറിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മാനുവൽ കീ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും രീതിക്ക് ഈ കീ ഫോബിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തുറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് കൊടുത്തിട്ടുണ്ട്. ടെലിസ്കോപ്പിക്ക് കൊടുത്തിട്ടില്ല, ടിൽറ്റ് മാത്രം നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. ട്യൂട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. 4 സ്പീക്കേഴ്സ് പ്ലസ് ട്യൂട്ടേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് റിയർ വ്യൂ മിറർ കിട്ടുന്നത് ഇലക്ട്രിക്കലി ഡിമ്മിങ് ഓപ്ഷൻ വരുന്ന റിയർ വ്യൂ മിററാണ് കിട്ടുന്നത്. LED ലൈറ്റ്സ് ആണ് കിട്ടുന്നത്. പക്ഷേ വലിയ വെട്ടം ഉണ്ടെന്ന് തോന്നുന്നില്ല, കണ്ടിട്ട് ഒരു ഡീസൻറ്റ് വെട്ടം അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. 2 മൈക്ക് യൂണിറ്റിൻ്റെ പോർഷൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡ്രൈവർ സൈഡിലെ സൺവൈസർ നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നുമില്ല, ടിക്കറ്റ് ഹോൾഡർ പോലും ഇല്ല, ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ പനോരമിക് സൺറൂഫ് നമുക്കിവിടെ കിട്ടുന്നില്ല. അതൊരു നെഗറ്റീവ് സൈഡാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പ്രൈസ് പിടിച്ച് നിർത്താൻ വേണ്ട ഒരുപാട് കാര്യത്തിൽ നമുക്ക് കോസ്റ്റ് കട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ സ്വിച്ചാണ്. ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് നമുക്കിവിടെ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് വരുന്ന സമയത്ത് നമുക്ക് റിയർ വൈപ്പേഴ്സിൻ്റെയും ഫ്രണ്ട് വൈപ്പറിൻ്റെയും ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഓട്ടോ വൈപ്പറോ ഓട്ടോ ഹെഡ്ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അതെല്ലാം മിസ്സിംഗ് ആണെന്ന് പറയാൻ സാധിക്കും.
കോ ഡ്രൈവർ സൈഡിലോട്ട് നിൽക്കാം. ഏതായാലും ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ എ സിയുടെ സ്വിച്ച് അവൈലബിൾ ആണ്, സീറ്റ് വെന്റിലേഷൻ്റെ സ്വിച്ച് അവൈലബിൾ ആണ്. ഞാനിവിടെ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ എയർ ബാഗ് ഏറ്റവും അധികം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എയർ ബാഗിൻ്റെ കേസ് പറയാനാണെങ്കിൽ നമുക്കിവിടെ 6 എയർ ബാഗ്സ് വരുന്ന മോഡലാണ്. ഏറ്റവും നല്ലൊരു കാര്യമാണ്. സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ അവർ മുൻഗണന കൊടുക്കുന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ 6 എയർ ബാഗ്സ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ആംബിയൻ ലൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നൊരു കാര്യം, കാല് മുട്ടാത്ത രീതിയിൽ ഇത് ബാക്കിലോട്ട് ഇറക്കി ഇട്ടു. ഒത്തിരി ഇറക്കുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ കറക്റ്റ് സൈസാണ്. ഈ ഒരു പൊസിഷനിൽ നോക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഏരിയ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. വലിയൊരു ഏരിയ പറയില്ല, അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ആണ്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഒരു ഓക്കെ അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഭയങ്കര ഒരു ഗുമ്മനൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു ഓക്കെ ക്വാളിറ്റി ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കാണണമെങ്കിൽ കാണാൻ സാധിക്കും. ലൈറ്റ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു 1 ടച്ച് ഡൗൺ വരുന്ന ഫീച്ചറാണ്, 1 ടച്ച് അപ്പ് കിട്ടില്ല. 1 ടച്ച് ഡൗൺ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ബാക്കിലത്തെ സീറ്റിലോട്ട് ഇരിക്കാനാണെങ്കിൽ ഈ ഒരു സീറ്റ് ഞാൻ എത്ര ഇറക്കിയിട്ടാണ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. നല്ല കംഫർട്ടബിളായിട്ട് എനിക്കിവിടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ലെഗ് റൂമും നല്ലൊരു നീ റൂമും ലെഗ് റൂമും എല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ട് എനിക്ക് കാലത്ത് ഇത്രയും വെച്ച് നീട്ടി വെച്ച് തന്നെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതൊരു 5 സീറ്ററാണെന്ന് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. നമുക്കിത് എൻ്റെ ആം റെസ്റ്റ് കിട്ടുന്നുണ്ട്, നല്ല കാര്യമാണ്. 2 കപ്പ് ഹോൾഡേഴ്സ് മൊബൈലോ വല്ലതൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു സൈഡിലും ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. സെൻറ്റർ പേഴ്സണ് ഹെഡ് റെസ്റ്റ് ഇല്ല. നെഗറ്റീവായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എ സി വെൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു സി ടൈപ്പ് ചാർജിങ് പോർട്ടുകളും കൊടുത്തിട്ടുണ്ട്. എ സി ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലോ ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഞാൻ പറയുന്നത്. ഇനി 7 സീറ്ററാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ ഒരു എ സിയുടെ യൂണിറ്റും കൂടെ നിങ്ങൾക്ക് അഡീഷണൽ കിട്ടുന്നതാണ്. അതൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. ബാക്കിലോട്ട് ഇരിക്കുന്നവർക്ക് കുറച്ചുകൂടെ ഒരു എയർ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇവിടെ നമുക്കൊരു 60-40 സ്പ്ലിറ്റ് സീറ്റ് മിസ്സിംഗ് ആണ്. ഫുള്ളായിട്ടാണ് നമ്മളിവിടെ ഫോൾഡ് ചെയ്തിരുന്നത്. അതൊരു നെഗറ്റീവ് സൈഡാണ് ഞാൻ പറയുന്നത്. ഒരു 7 സീറ്റർ വരുന്ന സമയത്ത് നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്കത് മിസ്സിംഗ് ആണ്. 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ISO 6 കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഓവറോൾ ഓക്കെയാണ്. ഹാൻഡിൽ കൊള്ളാം. ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് തന്നെയാണ്, നല്ലൊരു കാര്യമാണ്. കാരണം LED എപ്പോഴും നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ബൂട്ടിൽ ഞാൻ കാണിച്ചപ്പോൾ പറയാൻ വിട്ട ഒരു കാര്യമാണ്, ബൂട്ടിൽ നമുക്ക് LED ലൈറ്റാണ് കിട്ടുന്നത്. കുറേ കാര്യങ്ങളൊക്കെ സിട്രൺ മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം ആദ്യം വന്ന സിട്രൻ്റെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് പോലും മാനുവലായിരുന്നു. അതൊക്കെ മാറി ഇപ്പം നല്ല രീതിക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ഇനിയും ഒരുപാട് നന്നാക്കാനുണ്ട്. അതൊക്കെ ഉടനെ തന്നെ നന്നാവും തന്നെ നമുക്ക് വിശ്വസിക്കാം. ഏതായാലും ഈ ഒരു വാഹനം ഓവറോൾ നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് കാഴ്ചവെക്കുന്നത്. കാരണം എഞ്ചിൻ സൈഡൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 1.2 ലിറ്ററാണ് വരുന്നത്, 3 സിലിണ്ടർ. അതൊരു പിന്നെയും ഒരു ചെറിയൊരു അടിയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒരു മിഡ് സൈസ് SUV എന്നൊക്കെ പറയുമ്പോൾ ഒരു 1.2 ലിറ്ററേ ഉള്ളൂ, അതൊരു 3 സിലിണ്ടർ ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ വരുന്ന അയ്യോ ആണോ, നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ സൈഡ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു കംഫോർട്ട് എന്നാണ് പറയുന്നത്. അതായത് മാജിക് കാർപ്പറ്റ് സസ്പെൻഷൻ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ബംസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അറിയില്ല എന്നാണ് പറയുന്നത്. ഡ്രൈവ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇനി നമുക്ക് എൻജിൻ റൂം കൂടെ ഒന്ന് നോക്കാം. ഓപ്പൺ ചെയ്യാൻ കുഴപ്പമില്ല. ഇവിടുന്ന് കൈ തട്ടിയത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഈ ഒരു പോർഷൻ ഉള്ളതുകൊണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഹുഡ് സ്റ്റേയും കൂടെ ഒന്ന് വയ്ക്കാം. ഓക്കെ, അപ്പം വാഷിംഗ് ഒന്നും ചെയ്യാത്തതിൻ്റെയാണ് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നത്. കുഴപ്പമില്ല. ഇപ്പം നമുക്കിവിടെ കിട്ടുന്ന ഒരു ടെർബോ ചാർജ്ഡ് എഞ്ചിനാണ് കിട്ടുന്നത്. അതായത് 2 എഞ്ചിൻ ഓപ്ഷൻസിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും ഒരു 1.2 ലിറ്റർ ടെർബോ ചാർജ്ഡ് എഞ്ചിനും. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ടെർബോ ചാർജ്ഡ് എഞ്ചിനാണ്. എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന യൂണിറ്റാണ് ടെർബോ എന്ന് പറയുന്നത്. ടെർബോ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പവർ എന്ന് പറഞ്ഞാൽ 110 PS പവറും 190 Nm ടോർക്കുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതേ സ്ഥാനത്ത് ഒരു 80 ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 80 ആണ്. 80ക്ക് നമുക്ക് വരുന്നതിൽ ടോർക്ക് വ്യത്യാസം വരുന്നുണ്ട്. അതായത് 110 PS പവറും 205 Nm ടോർക്കുമാണ് നമുക്ക് ഈ ഒരു വാഹനം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി എൻജിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ എൻജിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു 3 സിലിണ്ടറിൻ്റെ വൈബ്രേഷൻസ് ഒന്ന് കാണിക്കാൻ വേണ്ട. നമുക്കിത് ഇവിടെ കാണാൻ സാധിക്കുന്ന ഈ ഒരു വൈബ്രേഷൻ മാത്രം 3 സിലിണ്ടറിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ 3 സിലിണ്ടറിനൊരു വൈബ്രേഷൻ ഉള്ളതാണ്. പിന്നെ നമ്മുടെ എൻജിൻ മൗണ്ടിങ്സും കാര്യങ്ങളുടെയൊക്കെ ഗുണം കൊണ്ടാണ് ഈ ഒരു വൈബ്രേഷൻസ് നമ്മുടെ വാഹനത്തിനകത്തോട്ട് കയറാത്തതിൻ്റെ പ്രധാന കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് വാ. അതുപോലെ തന്നെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലെതറേറ്റഡ് ടൈപ്പ് സീറ്റാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഹോൾസ് എല്ലാം കാണാൻ സാധിക്കും. കാരണം ഇവിടെ നമുക്ക് സീറ്റ് വെന്റിലേഷൻസ് കിട്ടുന്നുള്ളതുകൊണ്ടാണ് സീറ്റ് വെന്റിലേഷൻ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലിവർ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു കളർ തീമും കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഞാനിപ്പോൾ ഒരു ഡ്രൈവിന് ഇറങ്ങിയൊക്കെയാണ്. സസ്പെൻഷൻ സൈഡാണ് എനിക്ക് മെയിനായിട്ട് നോക്കാനുള്ളൊരു കാര്യം. പിന്നെ ടെർബോ 1.2 ലിറ്റർ 3 സിലിണ്ടർ. ആ 3 സിലിണ്ടർ ഞാൻ പിന്നെ എടുത്ത് പറയുന്നത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളിൽ കിടക്കുന്നുള്ളൂ. കാരണം ഞാൻ യൂസ് ചെയ്യുന്നൊരു 3 സിലിണ്ടർ വാഹനമാണ്. അപ്പോൾ ഇതിൽ സസ്പെൻഷൻ സൈഡ് നമുക്ക് നന്നായിട്ട് നോക്കാം. കാരണം പൊതുവേ ഞാൻ കേട്ടിട്ടുള്ള സിട്രോൺ സസ്പെൻഷൻ്റെ സൈഡിൽ പക്ക ഈ ഒരു കാര്യമാണ് കേട്ടിരിക്കുന്നത്. അത് എത്രത്തോളം വാസ്തവമാണെന്നുള്ളത് ഇന്ന് നമുക്കറിയാം. ഇടുങ്ങിയ വഴിയാണ് ഇപ്പോൾ പോകുന്നത്. നല്ലൊരു ഇടുങ്ങിയ വഴി, അത്യാവശ്യം മോശം റോഡാണ്. ഞാനിപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്തു പോയി. ഒന്നുകൂടെ ബ്രേക്ക് ചെയ്തു, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. അപ്പോൾ താഴോട്ട് ഏതായാലും പോകുന്നുണ്ട്. കാരണം ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ടോ എന്നൊന്നും അറിയാൻ വേണ്ടായിരുന്നു. ഹിൽ ഹോൾഡ് ഉണ്ട്, ഹിൽ ഡിസെൻറ്റ് ഇല്ല. ബ്രേക്ക് അപ്ലൈ ചെയ്തു, കാലെടുത്തു, പിന്നെ പോകും. അപ്പോൾ ഈ മോശം വഴി ഞാനൊന്ന് പോവാണ്. ഏതായാലും 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എനിക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. പിന്നെ ഇടുങ്ങിയ വഴിയാണെങ്കിലും വാഹനം നമുക്ക് വലുപ്പമുണ്ടെന്ന് ഫീൽ ചെയ്യുമ്പോൾ പോലും ഇതിലേക്ക് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് റോഡ് കാണുമ്പോഴത്തേക്കും ആ റോഡിൻ്റെ അഭിപ്രായം അഥവാ ഈ ഒരു ഗട്ടേഴ്സൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും ഈ വഴി ഒന്ന് കയറി കഴിയുമ്പോഴത്തേക്കും ഒരു അത്യാവശ്യം കയറ്റമാണ് ഇപ്പം നമ്മൾ കയറുന്നത്. ഈ ഒരു വഴി കയറി കഴിഞ്ഞ് ഞാൻ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തു. ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. 1 2 3 ഇപ്പം തന്നെ മേലോട്ട് വലിച്ചു കയറാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഏതായാലും ഹിൽ ഹോൾഡ് അസിസ്റ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറച്ചുകൂടെ ഈ ഒരു സെയിം വഴി തന്നെയാണ് പോകുന്നത്. ഇക്കോ മോഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്നൊരു മൈലേജ് എന്ന് പറഞ്ഞാൽ 17 ആണ്. പക്ഷെ നമുക്ക് അതിന് മുകളിലോട്ട് തന്നെ മൈലേജ് കിട്ടും എന്ന് വിചാരിക്കേണ്ട. മര്യാദയ്ക്ക് ഓടിച്ചാൽ ഒരു 15 to 16 വരെയൊക്കെ മാക്സിമം നമുക്ക് കിട്ടും. ഇനി ഈ ടെർബോയും കൂടെ ആയതുകൊണ്ട് നല്ല രീതിക്ക് കാല് കൊടുത്ത് വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കണ്ട, ഒരു 9 10 11 അതൊക്കെയാണ് മാക്സിമം എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഏതായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ ഗട്ടേഴ്സിൽ കൂടെ പോയിട്ട് പോലും നമുക്കൊരു അനക്കം ഫീൽ ചെയ്യുന്നില്ലെന്നുള്ളത്. വളരെ സോഫ്റ്റാണ് ഇതിൻ്റെ സസ്പെൻഷൻ, പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയത്തില്ല, ചില കാര്യങ്ങൾ നല്ലത് കിട്ടുമ്പോൾ ചില കാര്യങ്ങൾ മോശമാകുമെന്ന് പറയുന്ന പോലത്തെ കാര്യമാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇവരുടെ സസ്പെൻഷൻ്റെ സൈഡ് നോക്കാനാണെങ്കിൽ ഒരു രക്ഷയില്ല. പക്ഷേ ചില കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നിപ്പോകാറുണ്ട്. അതായത് ഒരു 4 സിലിണ്ടർ എഞ്ചിൻ 1.2 ആയിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയും ഒരു ഗുമ്മ് കിട്ടിയേനെ എന്നൊരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു ഹമ്പിലും കൂടെ ഒന്ന് കയറി നോക്കാം. സാധാരണ ഇതിൽ കയറുന്ന സമയത്ത് നമ്മൾ നല്ല രീതിക്ക് തെറിക്കുന്നതാണ്. യെസ്, അറിയുന്നില്ല, പൊളി. നിങ്ങൾ ശരിക്കും പറഞ്ഞൊരു കംഫോർട്ട് ലെവലാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു വാഹനം എടുക്കാൻ സാധിക്കും. ഞാൻ പേഴ്സണലായിട്ട് തന്നെ അഭിപ്രായം പറയുന്നുണ്ട്. കുറച്ചേറെ പോരായ്മകൾ, ഇപ്പോൾ ഈ പോരായ്മകൾ ഞാൻ എടുത്ത് പറയുന്ന കാര്യങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ സൈഡിൽ എനിക്ക് ഒരു ചെറിയൊരു ഇത് തോന്നിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഞാൻ വീഡിയോയ്ക്കകത്ത് വളരെ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാം കൊണ്ടും ഈ വാഹനം അടിപൊളിയാണ്. പ്രത്യേകിച്ച് പ്രൈസിങ്ങിൽ കേട്ടോ, അതും കൂടെ ഞാൻ എടുത്ത് പറയുകയാണ്. ടെർബോ നിങ്ങൾ വരുന്ന സമയത്ത് ടെർബോയുടെ ഒരു പവർ ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. ആ ഒരു പവറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ടെർബോ തന്നെ എടുക്കുക. അപ്പോൾ ടെർബോ എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു 10 ലക്ഷത്തിന് കിട്ടുന്നുണ്ട്. അതൊരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആയിരിക്കും കിട്ടുന്നത്. ഒരു 5 സ്പീഡാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡ്രൈവിൽ നമുക്ക് മാനുവലായിട്ട് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലോട്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം മാനുവൽ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. നമുക്ക് ഇവിടെ വളരെ കൃത്യമായിട്ടത് കാണിക്കുന്നുണ്ട്. M2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. താഴോട്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം മാറുന്നില്ല, കാരണം നമുക്ക് ഓക്കെ ആയിട്ടില്ല. അത്യാവശ്യം സ്പീഡ് ഗെയിൻ ചെയ്താൽ മാത്രം നമുക്ക് മാനുവലായിട്ട് മാറ്റാൻ സാധിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഡൗൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡാക്കി, തേർഡാക്കി, അതേ ഫസ്റ്റായി. കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഷിഫ്റ്റിങ്ങിൽ ചെറിയ രീതിക്ക് ഒരു ലാഗ് എനിക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കി മാത്രം ഇത് ചേഞ്ച് ചെയ്യാറുള്ളൂ. എന്നാലും എനിക്കൊരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി ഓവറോൾ ഓക്കെ ആയിട്ട് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹോൺ വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അടിപൊളിയാണ്. കാരണം ആ സൗണ്ട് സൂപ്പറാണ്. ഇതുപോലെയൊക്കെ തിട്ടയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ചാടിച്ചങ്ങ് ഇറക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ക്യാമറ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു ഓക്കെ ക്ലാരിറ്റി അന്നും ഇന്നും ഞാനിപ്പോൾ പറയുന്നൊരു കാര്യമാണ്. ഇതും കൂടെ ഒന്ന് ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നൊരു തോന്നും. ടേണിംഗ് റേഡിയസ് 5.4 ആണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നോർമൽ ടേണിംഗ് റേഡിയസ് കിട്ടുന്നുണ്ട്. ടെർബോ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യുന്നില്ല.
ഇനിഷ്യലി തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പവർ കിട്ടുന്നുണ്ട്, അത്യാവശ്യം ത്രോട്ടിൽ ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ത്രോട്ടിൽ ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഒരു ഓട്ടോമാറ്റിക് കൂടെ ആയതുകൊണ്ട് നമുക്കൊരു ഗിയർ ഷിഫ്റ്റിംഗ് ലാഗ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. സൗണ്ട് ക്ലാരിറ്റി അത്യാവശ്യം ഡീസൻറ്റ് ക്ലാരിറ്റി തന്നെ പറയാൻ പറ്റും. അത്യാവശ്യം നല്ല ബേസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സൗണ്ട് ക്ലാരിറ്റി തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കൊള്ളാം. ഓക്കെ, നമുക്കൊന്ന് കാല് കൊടുത്തു നോക്കാം. ഇപ്പം സ്പീഡ് 20 ആണ്, ഫുൾ ത്രോട്ടിൽ, നല്ലൊരു കയറ്റം. വലിച്ചാൻ കയറുന്നു. ടോർ കൺവേർട്ടർ ആയതുകൊണ്ട് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് പെട്രോൾ കുടിക്കുന്നുണ്ട്. ടോർ കൺവേർട്ടറിൻ്റെ ഏറ്റവും വലിയൊരു മോശം സൈഡ് എന്താണെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫ്യൂവൽ കൺസ്യൂം ചെയ്യും. പക്ഷേ മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. മര്യാദ കേടായി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ ചെയ്തതുപോലെ ഓവറായിട്ട് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു കയറ്റമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പീഡ് ഗെയിൻ ചെയ്യാൻ വേണ്ടി സമയമെടുക്കും. അങ്ങനെ വരുന്നുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള ഫ്യൂവൽ ലോസ് നമുക്ക് അവിടെ സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടോർ കൺവേർട്ടർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഓവറായിട്ട് ആക്സിലറേറ്റ് ചെയ്യാതിരിക്കുക. നോർമൽ റോഡ്സിലൊക്കെ അത്യാവശ്യം സ്പീഡ് ഗെയിൻ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ത്രോട്ടിൽ ചെയ്യുന്നതെങ്കിൽ നല്ല രീതിക്കുള്ള ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്നതായിരിക്കും. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം ഓവറായിട്ട് RPM കൂടിയാലും നമുക്ക് അവിടെ ഫ്യൂവൽ ലോസ് ഉണ്ടാവുന്നല്ല, അത് വലിയൊരു ഔട്ട്പുട്ട് അവിടെ നിന്ന് കിട്ടില്ല. ഇപ്പോൾ നല്ല വലിച്ചു വിട്ടാണ് പോകുന്നത്. 80 സംഗതി അടിപൊളിയാണ്. 13.3 സെക്കൻഡ്സ് എങ്ങാണ്ടാവും തോന്നുന്നു 0 to 100 ഇതിന് വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഉള്ളൊരു വഴി ഇച്ചിരി മോശമാണ്. അതുപോലെ തന്നെ ഇവിടെ സീറ്റ് ബെൽറ്റിൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ട് ഈ ഒരു പോർഷനിൽ. അത് കാണിക്കുന്ന ബാക്കിലത്തെ സീറ്റ് ബെൽറ്റിൻ്റെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അവിടെ ലോഡ് സെൻസർ വരാത്തതിൻ്റെയാണ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ കോസ്റ്റ് കട്ടിങ്. ഒരുപാട് സ്ഥലത്ത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ കോസ്റ്റ് കട്ടിങ് ഒക്കെ കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനം ഇപ്പം ഭയങ്കര ഒരു ടോപ്പായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇതിപ്പോൾ ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. എന്നാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും ഇവിടെ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. അത്യാവശ്യം പവർ ഉള്ളതുകൊണ്ട് തന്നെ ഈ വാഹനം ഒരു രക്ഷയില്ല. നമ്മൾ സിറ്റീസിലൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഓട്ടോമാറ്റിക് ആണെങ്കിൽ, മാനുവലാണെങ്കിൽ ചെറിയ രീതിക്ക്, അതായത് നമ്മൾ ഗിയേഴ്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതല്ല. ഓട്ടോമാറ്റിക് തന്നെ അല്ല, മാനുവലിൽ തന്നെ നമുക്ക് 5 സ്പീഡും 6 സ്പീഡും അവൈലബിൾ ആണ്. 5 സ്പീഡ് വരുന്ന നാച്ചുറലി ആസ്പിറേറ്റഡും 6 സ്പീഡ് വരുന്നത് ടർബോ വരുന്ന വാഹനങ്ങളിലുമാണ്. ഇനി ഈ വാഹനത്തിൻ്റെ ഒരു കീ ഫോബ് കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. നമുക്കിവിടെ ലോക്ക്, അൺലോക്ക്, നടുക്കൊരു ഡെമി ബട്ടൺ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് ആയിട്ട് തന്നെ മിറേഴ്സ് ഫോൾഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ആയി തന്നെ ഓപ്പൺ ആകുന്നുണ്ട്. ഇനി സിട്രോൺ എയർക്രോസ് എക്സിൻ്റെ പ്രൈസും കൂടെ ഒന്ന് നോക്കിയാലോ. ഏതായാലും 3 വേരിയൻസ് ആണ് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യു വരുന്നുണ്ട്, പ്ലസ് വരുന്നുണ്ട്, മാക്സ് വരുന്നുണ്ട്. യു എന്ന് പറയുന്നതാണ് ഏറ്റവും ബേസ് വേരിയൻറ്റ്. യു 1.2 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷന് നമുക്ക് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ 10,89,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി അതേ സ്ഥാനത്ത് നമുക്ക് 1.2 ടെർബോ പ്ലസ് 15 ലക്ഷം രൂപയാണ് നമുക്ക് ടെർബോ പ്ലസിന് വരുന്നത്. അതായത് ടെർബോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 15 ലക്ഷം രൂപ വരുന്നുണ്ട്. ഇനി അടുത്തത് വരുന്ന ടെർബോ മാക്സ് ആണെന്നുണ്ടെങ്കിൽ, മാക്സ് ഏറ്റവും ടോപ്പാന്ന് ഞാൻ പറഞ്ഞു, മാക്സ് വരുന്ന സമയത്ത് നമുക്ക് 16,10,000 രൂപയാണ് വരുന്നത്. ഇനി മാക്സിൻ്റെ തന്നെ 80, നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന മാക്സ് 80 ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് വരുന്നത് 17,51,000 രൂപയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ സിട്രൻ്റെ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈൽ ചെയ്ത് തരുന്നതായിരിക്കും.